തിരുവനന്തപുരത്തുകാർ ഉത്സവലഹരിയിലാണ്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആറ്റുകാൽ പൊങ്കാലയുടെ ദിനങ്ങളാണ്. ഇന്ന് ആറ്റുകാലിൽ ഉത്സവത്തിന് തുടക്കമാകുന്നു. നഗരം മുഴുവൻ ഭക്തിയിലും ഉത്സവ ലഹരിയിലുമാകുന്ന ദിവസങ്ങളാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് വൈകിട്ട് 5:30 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ തുടക്കമാകും. ഇതോടെ ക്ഷേത്രത്തിന് മുന്നിലെ പാട്ടുപുരയിൽ കണ്ണകി ചരിതം തോറ്റം പാട്ടുകാർ പാടിത്തുടങ്ങും. രാത്രി 8 കലാപരിപാടികൾ നടൻ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ട്രസ്റ്റിന്റെ ആറ്റുകാൽ അമ്പ പുരസ്കാരം മോഹൻലാലിന് സമ്മാനിക്കും. രാത്രി 10 നന്ദഗോവിന്ദം ഭജൻസ് ഉണ്ടായിരിക്കും. മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാല. തിളച്ചുമറിയുന്ന പൊങ്കാല കലങ്ങൾ പഞ്ചഭൂത സംഗമ സ്ഥാനങ്ങൾ കൂടിയാണ് എന്നാണ് വിശ്വാസം. ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും ഒപ്പം ജലവും ആകാശവും വായുവും അഗ്നിയും ഒരുമിച്ച് സഹവർത്തിത്തോടെ നിലനിൽക്കുമ്പോൾ അത് തിളച്ചു പൊങ്ങിയുയരുന്ന പൊങ്കാല ആനന്ദമാകുന്നു എന്നത് വെറും ഒരു വിശ്വാസമല്ല. ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന സമയമാണ് ആറ്റുകാൽ പൊങ്കാല നാൾ. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവീ ക്ഷേത്രം പൊതുവെ അറിയപ്പെടുന്നത്. പൊങ്കാലയ്ക്ക് അടുപ്പുകൂട്ടൽ എന്നത് സ്ത്രീകൾ തങ്ങളുടെ മാത്രമായ ഒരു ആഘോഷമാക്കി മാറ്റിയതിനാലാകും അങ്ങനെ അറിയുന്നത് എന്നാണ് വിശ്വാസം. ദേവിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ദിവസം മുതൽക്ക്, അതായത് കുംഭമാസത്തിലെ കാർത്തിക നാൾ മുതൽക്ക് ആഘോഷങ്ങൾ ആരംഭിക്കും. പൂരത്തിൻ നാൾ പൊങ്കാലയ്ക്ക് ശുഭമുഹൂർത്തമാകും. അതേ ദിവസം ആറ്റുകാലും പരിസരവും അടുപ്പുകല്ലുകളും മൺകലങ്ങളും കൊണ്ട് നിറയും. അന്തരീക്ഷം അമ്മേ നാരായണാവിളികളാൽ മുഖരിതമാകും. ലക്ഷോപലക്ഷം കലങ്ങളിൽ നിന്നുമുള്ള പൊങ്കാലകൾ തിളച്ചുമറിഞ്ഞ് നഗരത്തിനു മുഴുക്കെ അന്നമായി ഭവിക്കും. ദേവിയുടെ അന്നപൂർണേശ്വരി ഭാവത്തിന്റെ സാക്ഷാത്കാരം ഇതിലും മനോഹരമായി എങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാനാവുക? സർവാഭീഷ്ടദായിനിയായ പരാശക്തിയുടെ കൃപാകടാക്ഷങ്ങൾ പരിധിയില്ലാതെ സർവരിലും വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഇക്കൊല്ലത്തെ പൊങ്കാല ശുഭാശംസകൾ. 2ാം ദിവസത്തിൽ ദേവിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചാണ് തോറ്റംപാട്ട്. 3ാം ഉത്സവ ദിനത്തിൽ രാവിലെ 8:45 കുത്തിയോട്ട വ്രതം തുടങ്ങും. അന്ന് കോവലനും ദേവിയുമായുള്ള വിവാഹത്തിന്റെ വർണ്ണനകൾ മാലപ്പുറം പാട്ടിലൂടെ തോറ്റംപാട്ടുകാർ വിവരിക്കും. 4ാം ഉത്സവ ദിനത്തിൽ ദരിദ്രനായി തീർന്ന കോവിലൻ നിത്യവൃത്തിക്കായി ദേവിയുടെ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോകുന്നതും 5ാം ഉത്സവ ദിനത്തിൽ ദേവിയുടെ ചിലമ്പുമായി പോകുന്ന കോവലനെ മധുര നഗരിയിലെ സ്വർണ്ണപ്പണിക്കാരൻ ചിലമ്പ് മോഷ്ടാവായി ചിത്രീകരിച്ച് പാണ്ഡ്യരാജാവിന്റെ സദസ്സിൽ എത്തിക്കുന്നതും തോറ്റംപാട്ടായി വിവരിക്കും. 28 രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവ് കോവലനെ വധിക്കുന്ന കഥയാണ് പാടുക. ഇതിന്റെ ദുഃഖസൂചകമായി മാർച്ച് 1 രാവിലെ ക്ഷേത്രനട രാവിലെ 7 മണിക്ക് തുറക്കൂ. അന്ന് ദേവി കൈലാസത്തിൽ പോയി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവിപ്പിക്കുന്നതും മാർച്ച് 2 കോവലനെ ചതിച്ച് സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്നതും തോറ്റംപാടും. തുടർന്ന് മാർച്ച് 3 രൗദ്രഭാവം പൂണ്ട ദേവി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നത് തോറ്റംപാടും. ദേവിയുടെ വിജയമാണ് ഭക്തർ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നത്. മാർച്ച് 3 രാവിലെ 9:45 പൊങ്കാലയുടെ അടുപ്പ് വെട്ട്. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. ചന്ദ്രഗ്രഹണമായതിനാൽ അന്ന് വൈകിട്ട് 3:30 മുതൽ 7 വരെ നട തുറക്കില്ല. രാത്രി 8:30 കുത്തിയോട്ടത്തിനുള്ള ചുരൽകുത്ത്. രാത്രി 10:45 മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള പുറത്തെഴുന്നള്ളിപ്പ്. 4 രാവിലെ 8 അകത്തെഴുന്നള്ളിപ്പ്. രാത്രി 10 കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കും. പുലർച്ചയ്ക്ക് 1 മണിക്ക് നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മസ്.